ഗൈസ്, ഇന്ത്യയുടെ ഒരു സ്വപ്ന പ്രോജക്റ്റായ ചബഹർ പോർട്ട് ഇന്ത്യന്റെ കൈവിട്ടു പോകുമോ? അതിന് ട്രംപ് അടുത്ത പണിയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇച്ചിരി സീരിയസ് ആയ വിഷയമാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ചബഹർ പോർട്ട് ഇറാനുമായിട്ട് നമ്മൾ സൈൻ ചെയ്തപ്പോൾ തൊട്ട് തന്നെ എല്ലാ ഇന്ത്യൻസും കൂടുതലും സന്തോഷിച്ചതാണ്. കാരണം ഈ പോർട്ടിന്റെ ആവശ്യം അത്രമാത്രം അധികമാണ്. കാരണം ചൈന നമ്മളെ കംപ്ലീറ്റ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചൈനയെ കൗണ്ടർ പാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ രാജ്യത്ത് ഒരു എക്കണോമിക് വളർച്ചയുള്ള ഒരു രാജ്യമായി എത്തുന്ന ആ ഒരു സാഹചര്യം എത്തുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പോർട്ടുകളും ഇതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇറാനുമായി കുറെ വർഷം ഡിസ്കസ് ചെയ്തുകൊണ്ട് ചബഹർ പോർട്ട്, അതായത് മുൻപ് ഇറാന്റെ പ്രസിഡന്റായ റെയ്സി ഉള്ള സമയം തന്നെ ഏകദേശം 10 വർഷം കരാറോളം എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചബഹർ പോർട്ട് എടുത്തത്. അപ്പോൾ ഈ ചബഹർ പോർട്ട് എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഈ ചബഹർ പോർട്ട് 2 റൂട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഒന്ന് വന്നിട്ട് ഐമെക് എന്ന് പറയും, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയുടെ മുംബൈ, ഗുജറാത്ത് ആ സ്ഥലത്ത് നിന്ന് കപ്പലിലൂടെ UAE പോയി അവിടെ ഡോക്ക് ചെയ്ത് അവിടുന്ന് ആ ഗുഡ്സ് എല്ലാം തന്നെ നമ്മൾ ലാൻഡ് മാർഗത്തിലൂടെയും ട്രെയിനിലൂടെയും അത് UAE, സൗദി അറേബ്യ അതുപോലെ തന്നെ ആ ഒരു റീജിയനിലൂടെ കടന്നുപോയി ഇസ്രായേലെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ റൂട്ടിൽ ഹൗത്തികളുണ്ട്, ഇതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേൽ ഗാസ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഈ ഒരു കൊറിഡോർ അത്രമാത്രം നല്ലൊരു കൊറിഡോറുമല്ല, അതുപോലെ തന്നെ ഇത് ലാഗ് അടിക്കുന്ന ഒരു കൊറിഡോറും കൂടിയാണ്. അപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യ അടുത്തതായി ചെയ്തുകൊണ്ടിരുന്ന G20 അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു വെച്ചാൽ INST എന്ന് പറയും. അതായത് നമ്മുടെ ഇതേ മുംബൈ, ഗുജറാത്തിൽ നിന്ന് പോയിക്കൊണ്ട് ഈ ചബഹർ പോർട്ടിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ട്രെയിൻ മാർഗത്തിലൂടെ ഇറാൻ കടന്ന് അഫ്ഗാനിസ്ഥാനിൽ പോവുകയും അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ കണക്ട് ചെയ്ത് റഷ്യ, യൂറോപ്പ് അങ്ങനെ കണക്ട് ചെയ്യുന്ന അടുത്ത ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഈ 2 പ്രോജക്റ്റും ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം യൂറോപ്പിനെ കണക്ട് ചെയ്യാനും നമുക്ക് ഏറ്റവും എളുപ്പമാർഗം ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചബഹർ പോർട്ടിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ട്രംപിന്റെ 1ാമത്തെ ടൈമിൽ തന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറാനുമായിട്ട് ഏതെല്ലാം രാജ്യങ്ങൾ എന്തെല്ലാം രീതിയിൽ അതായത് ട്രേഡ് നടത്തുന്നോ അവർക്കെതിരെയെല്ലാം തന്നെ ശക്തമായ അതായത് എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്. അത് പറഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം ചെയ്ത് കാണിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ട്രംപിന്റെ 2ാമത്തെ വരെ പലരും ഒരു ഇച്ചിരി മാത്രം ഡിസഡ്വാൻറ്റേജ് ആയി കരുതിക്കൊണ്ടിരുന്നത്. കാരണം ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ടൈം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് വേണേലും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പിന്നെ ജോ ബൈഡൻ വരികയും അപ്പോഴാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രംപിനോടും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോ ബൈഡൻ ആ ഒരു അഡ്മിനിസ്ട്രേഷനിലോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ മാർക്കോ റൂബിയോ ആണല്ലോ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, അപ്പോൾ ട്രംപിന്റെ അടുത്ത ആൾ. അപ്പോൾ ഇവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇറാനുമായിട്ട് ഏതെല്ലാം രാജ്യങ്ങൾ എന്തെല്ലാം രീതിയിൽ അതായത് ചെയ്യുന്നോ, അതായത് ട്രേഡ് ആയിരിക്കട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നോ അവർക്കെതിരെ അടക്കം കൃത്യമായ ഒരു എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട് അഫക്ട് ചെയ്യാൻ പോകുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് ചൈന. അപ്പോൾ ഈ ചൈന എന്തുകൊണ്ട് അഫക്ട് ചെയ്യുന്നത് വെച്ചാൽ, അത് ചൈന കൂടുതലും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇതേ ഇറാനിൽ നിന്നാണ്. നമ്മളും ആദ്യം ഇറാനിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 1ാമത്തെ വട്ടം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സാങ്ഷൻസ് വരും എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇറാനിൽ നിന്ന് മാക്സിമം ഈ പോർട്ട് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് ഓയിൽ നമ്മൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അതായത് അമേരിക്കയുടെ പാർട്ട്ണറായ സൗദിയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ചബഹർ പോർട്ടിലൂടെയും നമുക്ക് ഒരു ത്രെട്ട് വരും എന്നുള്ള ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. പക്ഷെ ഈ ചബഹർ പോർട്ടിലേക്ക് നമ്മുടെ INST എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് വർക്കാവുകയുമില്ല. അങ്ങനെയുള്ള ഒരു നെക്ക് ട്രാപ്പ് സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യനെ പറഞ്ഞിട്ടില്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചബഹർ പോർട്ടിനെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ട്രംപ് ആദ്യം തന്നെ അതായത് ഇറാനുമായിട്ട് ഡിസ്കഷൻ വിളിച്ചു. അതായത് ഇറാനും അമേരിക്കയും ഒത്തൊരുമയോടെ പോകാം, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ 2 രാജ്യങ്ങളും പോകാമെന്ന് പറഞ്ഞു. അതിന് ആയതുൽ കൊമേനി അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓപ്പണായി തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് ആദ്യം എങ്ങനെയും ഇവരെ കംപ്ലീറ്റ് ആയിട്ടും എക്കണോമിക് സാങ്ഷൻസ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കുക. അതായത്
വെള്ളം പോലും കൊടുക്കാതെ ഒരു 10 ദിവസം ഒരാളെ പട്ടിണിക്ക് കിടന്നു കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം അവൻ എന്താ ചെയ്യുക, അതായത് വെള്ളം വേണ്ട ഒരു ആവശ്യമുണ്ട്, ഇവ പറയുന്നെല്ലാം കേൾക്കും. അതേ സിറ്റുവേഷനിലോട്ട്, അതായത് ഇപ്പോൾ ഇങ്ങനെ എക്കണോമിക് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഇറാന്റെ അവസ്ഥ താഴോട്ട് പോകും. വേറെ വഴിയില്ലാണ്ട് ഇറാൻ അമേരിക്കന്റെ മുന്നിൽ പോയി തലകുനിക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ യഥാർത്ഥ പ്ലാൻ. ആ ഒരു രീതിയിലോട്ടാണ് ട്രംപ് പോകുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കം രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കന്റെ മുന്നിൽ താഴെ പോകും. അതായത് ഇനിയിപ്പോൾ നമ്മൾ നെഗോസിയേഷന് പോകും അടുത്ത മാസം. അതായത് ഈ മാസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രധാന ഡിസ്കഷൻ വെക്കാൻ പോകുന്ന ഈ ചബഹർ പോർട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുമ്പോൾ ട്രംപിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡാണ്. അമേരിക്ക മേലെ നിൽക്കും, അതുപോലെ തന്നെ മോഡി താഴെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എപ്പോഴും ട്രംപ് വരുത്താൻ ശ്രമിക്കും. അതിലൂടെ തന്നെയാണ് ട്രംപ് എല്ലാ നെഗോസിയേഷനിലും മെല്ലെ അദ്ദേഹം വലിയൊരു ഹീറോ ആയി മാറുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അദ്ദേഹം ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ചബഹർ പോർട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അമേരിക്കന്റെ ഈ ഒരു മൂവ് എന്തായാലും നമുക്കും ഇത് ഇച്ചിരി ത്രെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പ്രധാനമന്ത്രിയുമായി ഡിസ്കസ് ചെയ്ത് പിന്നീടുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ